ഈ PKGസിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എൻ്റെ ഫാദർ 1970s ലിക്കർ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ബ്രാൻഡഡ് മദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കുണ്ടായിരുന്നത് ഓൾ കേരള അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് റീറ്റെയിൽ ഷോപ്പുകളായിരുന്നു. പിന്നെ അതേപോലെ പണ്ട് ചാരായം ആയിരുന്നു. പിന്നെ അത് നിർത്തി ഒരു 1990s 1993 ചാരായമൊക്കെ നിർത്തലാക്കിയത് ഗവൺമെൻറ്. പിന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റായി കൂടുതൽ. 1999 റീറ്റെയിൽ ഔട്ട്ലെറ്റും നിർത്തലാക്കിയില്ല, പ്രൈവറ്റൈസ്ഡ് മാറ്റി ഗവൺമെൻറ്റിലേക്ക് മാറി 2000. അപ്പോൾ എൻ്റെ ഫാദറിന് ശരിക്കും പറഞ്ഞാൽ ലിക്കർ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടാൻ PKG എന്ന പേരിലായിരുന്നു. PKG എന്ന പേരെന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ ഫുൾ നെയിം പള്ളത്ത് കുമാരൻ ഗണേഷ് എന്നാണ് എല്ലാവരും അറിയുക. പിന്നെ എല്ലാവരും കാണുമ്പോൾ ആൾക്കാർ കൂട്ടി യോജിപ്പിച്ചിട്ട് PKG എന്ന് വിളിപ്പേരിലേക്ക് മാറി. ആ സമയത്തൊക്കെ നമ്മൾ വളരെ ചെറുപ്പം, നമ്മൾ ഫാദറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, പോകുന്നു. പിന്നെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഞാൻ ബാംഗ്ലൂരായിരുന്നു, ഗ്രാജുവേഷൻ. അത് കഴിഞ്ഞ് 2004 ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം പോകുന്നത് UAEയിലാണ്. ഞാനൊരു കമ്പനീൻ്റെ മാർക്കറ്റിംഗ് മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് ആ ഒരു പൊസിഷനിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ നിന്ന് അത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഓഫർ കിട്ടി, വേറൊരു UK ബേസ്ഡ് കമ്പനി. ആ ഓഫർ അത് അവർ ടൈം ലാഗാണെന്ന് നോക്കിയപ്പോൾ നമ്മൾ വിസയൊക്കെ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ ഫാദർ എന്നെ കെനിയയിലേക്ക് അയച്ചു. അവിടെ നമുക്ക് അന്ന് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനം കുറച്ച് നാൾ അവിടെ നിന്നപ്പോൾ ആ സ്ഥാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാർട്ട്ണർഷിപ്പിൻ്റെ പേരിലായിരുന്നു. പിന്നെ ഫാദറും അവരും കൂടിയിട്ട് അതൊരു രമ്യതയിലെത്തി. അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് പിന്നെ മലേഷ്യയിൽ പോയി. ഫാദർ അവിടെ ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ഞാൻ സ്റ്റാർ വെർഗോ എന്ന് പറഞ്ഞ ഒരു ഷിപ്പിംഗ് ക്രൂസ് ലൈനർ ഉണ്ട്. അന്നത്തെ ഒരു വലിയൊരു കമ്പനിയാണ്, സിംഗപ്പൂർ ബേസ്ഡ് കമ്പനി. സ്റ്റാർ ക്രൂസ് എന്നാണ് അതിൻ്റെ ഒരു ഷിപ്പിൻ്റെ പേരാണ് സ്റ്റാർ വെർഗോ. അത് അന്നത്തെ ഒരു വലിയൊരു ക്രൂസ് ഷിപ്പിൽ വലുപ്പമുള്ളൊരു ഷിപ്പായിരുന്നു. അതിലെനിക്ക് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറായിട്ട് എനിക്ക് ജോലി കിട്ടാൻ നമ്മളെ ആഗ്രഹങ്ങളാണ് കേട്ടോ, നമ്മളെ പ്രായത്തിൻ്റെ. ആ സമയത്ത് അത്രയും വലിയൊരു സംഭവം കണ്ടപ്പോൾ ബിസിനസ്സൊക്കെ മറന്നു. ഫാദർ തന്നെ അവിടെ എന്തെങ്കിലും ആക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു, ഞാനതൊക്കെ മറന്നു. അങ്ങനെ ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്യാൻ കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം നമുക്ക് ബോംബെയിലായിരുന്നു, അതിനനുസരിച്ചൊരു ട്രെയിനിങ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു 14 ഫീറ്റ് മേലേന്ന് നമ്മൾ വെള്ളത്തിലേക്ക് ചാടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഷിപ്പ് മുങ്ങാൻ പോവുകയാണെങ്കിൽ അതിനുള്ള റെസ്ക്യൂ എങ്ങനെ ചാടണം, അങ്ങനെയൊക്കെ കുറേ ട്രെയിനിങ് സെക്ഷൻസ് ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് സെക്ഷൻസ് ഉണ്ട്. അതൊക്കെ ബോംബെയിലായിരുന്നു. അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സിംഗപ്പൂരാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് ഒരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പം ഈ സ്റ്റാർ വെർഗോ എന്ന് പറയുന്ന കമ്പനി ഷിപ്പ് മെയിൻ്റെനൻസിന് പോയി. അപ്പോൾ അവരെല്ലാവരും എല്ലാവരും ഷിപ്പിലുള്ളവരെല്ലാവരും വിത്തൗട്ട് സാലറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 months ഈ മെയിൻ്റെനൻസ് കഴിഞ്ഞ 2 months കിട്ടും. അപ്പോൾ ഫാദർ പിന്നെ എന്നോട് ചോദിച്ചു, നീ വീട്ടിലിരുന്നിട്ട് എന്താണ് കാര്യം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഒരു 6 മാസ കാലഘട്ടം കെനിയ നൈറോബിയിലുള്ള സമയത്ത് ഞാൻ വളരെ കുറച്ച് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ പ്രായത്തിനായിട്ടും കൂടുതൽ എന്താ പറയുക, പറയുന്നതിനെക്കാട്ടും വലിയൊരു രീതിയിലുള്ളൊരു സുഹൃത്ത് ബന്ധം നെറ്റ്വർക്ക് ഞാൻ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാക്കിയിരുന്നു. അന്ന് ഇന്നും അവർ പറയുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ അവിടെ തന്നെയുണ്ട്. ഒരാൾക്ക് ബാങ്ക് ഉണ്ട്, സെക്യൂരിറ്റി കമ്പനി ഉണ്ട്. അപ്പോൾ പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തു ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഐ വെൻ ബാക്ക് ടു കെനിയ. അവിടെ പോയി. അപ്പം അന്ന് എൻ്റെ കയ്യിൽ ഷോവലേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, ആഫ്രിക്കൻ റീജിയൻ. എൻ്റെ ഫാദർ 1987 തൊട്ട് 1999 വരെ ഫാദറായിരുന്നു ഓൾ കേരള ഷോവലേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, ചാബ്രിയ എന്ന് പറയും, ചാബ്രിയ ഗ്രൂപ്പ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ലേറ്റർ 2000 ചാബ്രിയ ഗ്രൂപ്പ് UB വാങ്ങുന്നത്. ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 2000
2006 കാലഘട്ടങ്ങളിലാണ് വാങ്ങുന്നത്. ഞാൻ പോകുന്നത് 2004 രണ്ടാമത്തെ വട്ടം പോകുന്നത്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ടഫ് ടൈമാണ്. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി പണ്ടേ മുതൽ ഉണ്ടായിരുന്നു പല കാര്യങ്ങൾക്കും. കാരണം നമ്മളുടെ ആ പ്രായത്തിൻ്റെ അല്ല, നമ്മളൊരു അച്ചീവ്മെൻറ്റ്. അന്ന് പറയുകയാണെങ്കിൽ ഫാദർ എനിക്കൊരു $500 ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നത്. ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. എനിക്കെന്നാൽ എന്നോട് കൂടുതൽ വാങ്ങാം ഫാദറിൻ്റേത്, എനിക്ക് ഇവിടെ എക്സ്പെൻസസ് ഉണ്ട്. പക്ഷേ ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ആ $500 ഒരു ടിക്കറ്റുമായിട്ട് പോയ ആൾ പിന്നെ ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നു. ബട്ട് ഐ അച്ചീവ്ഡ് സംതിങ്. ആ ബിസിനസ് റിലേഷനും ആ ബിസിനസ് ഫ്രണ്ട്ഷിപ്പും ഇപ്പോഴും ഇപ്പം ഇന്ന് ഇത് പറയുകയാണെങ്കിൽ അവരൊക്കെ വലിയ വലിയ നിലയിലാണ്. അപ്പോൾ അവരൊക്കെ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട്, നമ്മളുടെ ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളും ഡിഫൻസ് സപ്ലൈ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റേതായ ഒരു തീരുമാനങ്ങൾ അവർ എന്നോട് ചെല്ലാൻ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ടൈം ആയിട്ടില്ലെന്ന് എനിക്കിപ്പോഴും ഒരു തോന്നലോടാണ് പോകാത്തത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ 2006 ചാബ്രിയ ഷോവലസ് വാങ്ങി, UB ചാബ്രിയ വാങ്ങിയതിന് ശേഷം, ഷോവലസ് പ്രോഡക്റ്റ് വാങ്ങിയതിന് ശേഷം നമ്മളുടെ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് ക്യാൻസലായി. അപ്പോൾ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് ക്യാൻസൽ ആയിപ്പിക്കും. ഇൻ ബിറ്റ്വീൻ ഒരു 1.5 years കൊണ്ട് ഞാൻ ഈ ഡയറക്ടർ സ്പെഷ്യൽ വിസ്കിയും റോയൽ ചാലഞ്ച് വിസ്കിയും ഞാൻ ടോട്ടലി ഒരു 15 കണ്ടെയ്നേഴ്സ് 1.5 കൊല്ലം കൊണ്ട് ഞാൻ അവിടെ ചെയ്തു. ദാറ്റ് മീൻസ് ഐ മെയ്ഡ് മണി. സോ ഐ നോ ദി റൂട്ട് എന്താണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ബ്രാൻഡ് ബിലോങ്സ് ടു സം വൺ വിച്ച് ഐ ഹാവ് ഡൺ. അത് എല്ലാവർക്കും ഒരു പോപ്പുലർ ബ്രാൻഡായിരുന്നു. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതന്നെ നിൽക്കുന്നുണ്ട്, എങ്ങനെ ഇനി ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സ്റ്റേബിളല്ലോ. നമ്മുടെ പ്രായം നമ്മൾ പോന്നു. അങ്ങനെ തിരിച്ച് 2006 വന്നു. 2007 തൊട്ട് 2012 വരെ ഞാനൊരു ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു. അതൊരു പ്രമുഖ ജുവലറി ഗ്രൂപ്പായിരുന്നു. ഞാൻ അവരുടെ കൂടെയായിരുന്നു. അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഡയറക്ടറായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. 2012 ഞാൻ എൻഡിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. അങ്ങനെ 2013 ഐ ബാക്ക് ടു ഇന്ത്യ. ഞാൻ ദുബായിലായിരുന്നു അവസാനത്തെ പ്രൊജക്റ്റ്. ആ കാലഘട്ടങ്ങളാണ് 2010 എൻ്റെ ഫാദർ മരണപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു. അതിനുശേഷം 2 കൊല്ലം കൂടി ഗ്രൂപ്പിൻ്റെ കൂടെ തുടർന്നു. അന്ന് എനിക്ക് അതിൽ ഒരു ഫീസിബിലിറ്റി എനിക്കുണ്ടായിരുന്നതിൽ ഒരു ഗ്രൂപ്പ്, അത് വലിയൊരു ഗ്രൂപ്പാണ്. ഞാനൊരു ആൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അവിടെ ഒരു വലിയൊരു ഷോപ്പ് അവർക്ക് സംവിധാനം ചെയ്തു. കാരണം എന്താ വെച്ചാൽ അവിടെ വിസ പ്രക്രിയകളുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. എനിക്കറിയുന്ന സോഴ്സുകളിൽ കൂടെ പോയി ഞാൻ ഈ പറയുന്ന കമ്പനിക്ക് ലൈസൻസ്, ആരും ഒരു സപ്പോർട്ട് ചെയ്യില്ല, എല്ലാം എൻ്റെ സോഴ്സാണ്. അവരില്ല എന്ന് ഒരാളും പറയില്ല, ആൾക്കാർ നന്നായിട്ട് അറിയാതെ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കും സ്വന്തമായിട്ട് എനിക്ക് എൻ്റേതായ കഴിവുകളുണ്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് 2013 ഞാൻ ഒരു ബാംഗ്ലൂർ സെഗ്മെൻറ്റിലേക്ക് പോയി. ഒരു എന്താ പറയുക, ഒരു ലിക്കർ സ്ഥാപനം. പിന്നെയും ഫാദറിൻ്റെ പേരിൽ നമ്മളുടെ മനസ്സിലുള്ള ഒരു സംഭവം, ആഗ്രഹങ്ങൾ എന്നൊക്കെയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞാനൊരു റെസ്റ്റോ ബാർ ഒരു സെഗ്മെൻ്റായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നു. ആ സമയത്ത് ഫാദറിൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് അമൃത് ഡിസ്റ്റിലറി. വേൾഡിലത്തെ ഇപ്പോഴത്തെ പറയുന്ന സൗത്ത് ഏഷ്യത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡിസ്റ്റിലറിയാണ്. അവർക്ക് കുറേ സിംഗിൾ മാൾട്ട് ഉണ്ട്, അവാർഡ്. എൻ്റെ പോലെ തന്നെ അവാർഡ് സിംഗിൾ മാൾട്ട് അവർക്കുണ്ട് വേൾഡ് വൈഡ്. അപ്പോൾ ഞാൻ ഈ പുള്ളീനെ വിളിച്ചു. പുള്ളീൻ്റെ പേര് മിസ്റ്റർ രക്ഷിത് ജഗദേലയാണ്. അന്ന് പുള്ളി ED ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഇന്ന് പുള്ളി MD ആണ്, മാനേജിങ് ഡയറക്ടറാണ്. അപ്പോൾ പുള്ളീൻ്റെ ഫാദറും എൻ്റെ ഫാദറും തമ്മിൽ നല്ല കണക്ഷനായിരുന്നു. അതാണ് ആ ബന്ധത്തിന് അങ്ങോട്ട് നമുക്ക് ബാംഗ്ലൂർ ചെല്ലുമ്പോൾ അങ്ങോട്ട് ആളെ വിളിക്കാനായിട്ടുള്ളൊരു സൗകര്യം. നമ്പറുണ്ട്, വിളിച്ചു, ഇന്ന ആളുടെ മകനാന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറയുക, വരവേൽപ്പിക്കുകയായിരുന്നു. ഐ മീൻ യു പ്ലീസ് കം ടു മൈ ഓഫീസ്, യു മീറ്റ് മീ. പുള്ളിക്ക് ഫാദറിന് അത്രയും കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി പുള്ളീനെ കണ്ടു. പുള്ളിയായിട്ട് സംസാരിച്ചു. എനിക്കൊരു ആഴ്ചയിൽ എനിക്കൊരു റെസ്റ്റോ ബാർ തുടങ്ങണം. അപ്പോൾ ഈ വാസ് ആസ്കിങ് മീ, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് ENA ബിസിനസ്. ENA മീൻസ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇല്ലെങ്കിൽ ഇന്ന് നമ്മളുടെ ലിക്കറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ സ്പിരിറ്റ്. പണ്ട് RS എന്ന് പറയാം, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയാം. അങ്ങനെ ഗവൺമെൻറ് അതിൻ്റെ റൂള് മാറ്റിയിട്ട് ENA ആക്കി, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആക്കി. അതെന്ന് വെച്ചാൽ ഒന്നും കൂടിയും പ്യൂരിഫൈഡ് വേർഷനാണ് ENA.
അപ്പോൾ ENA എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്താ ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ആൻഡ് ഹി ഹാസ് ഗിവൻ മീ ഓർഡർ ഓൾസോ. അപ്പോഴാണ് ഞാൻ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്നത്, ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത് എൻ്റെ ഗ്രാജുവേഷൻ. അപ്പോൾ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രമുഖ ഡിസ്റ്റിലറി ഓണറായിരുന്നു. പുള്ളീൻ്റെ പേരാണ് തിമ്മിയ ഗൗഡ. പുള്ളീൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ് SPR ഡിസ്റ്റിലറീസ്. പണ്ടത്തെ അല്ല, ആ ഒരു സമയം കാലഘട്ടത്തിൽ ബാംഗ്ലൂർ, കർണാടക ഒരു വാഴുന്നൊരു സമയം, ആ സമയത്തൊക്കെയുള്ള ആ ഒരു ഗ്യാങ്ങാണ് SPR ഡിസ്റ്റിലറീസ്, JP നാരായണ സ്വാമി. ഈ പറഞ്ഞ ബന്ധങ്ങൾ, ഫാദർ അവരായിട്ട് ഒരു ബിസിനസ് ബന്ധം ഉണ്ടായിരുന്നു. പ്ലസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തിമ്മിയ ഗൗഡിയായിരുന്നു എൻ്റെ ലോക്കൽ ഗാർഡിയൻ. പുള്ളിയാണ് എനിക്ക് അഡ്മിഷനൊക്കെ അവിടെ വാങ്ങി തന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിനെ കുറിച്ച് ആലോചിച്ചു. ലെറ്റ് മീ ഗോ ബാക്ക്. അങ്ങനെ ഞാൻ പുള്ളീൻ്റെ വീട്ടിൽ പോയി. പുള്ളീൻ്റെ വീട് എൻ്റെ ഒരു മെമ്മറിയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പുള്ളീൻ്റെ വീട് ബസ്വൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബാംഗ്ലൂർ. ഞാൻ പുള്ളീനെ പോയി തപ്പി പിടിച്ചു കണ്ടു. ഞാൻ കയറി. അപ്പോൾ പുള്ളി നമ്മൾ പഴയ സിനിമകളൊക്കെ കാണുന്ന പോലെയാണ്. ഒരു 6'2" ഹൈറ്റാണ് പുള്ളീൻ്റെ. നമ്മൾ 2 വിരൽ കൂടുമ്പോഴാണ് പുള്ളീൻ്റെ ഒരു വിരൽ കേട്ടോ. അതാണ് കാണുമ്പോൾ പേടിയോ. സൗണ്ടും അങ്ങനെ ഒരു ഗാംഭീര്യം. വീടിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ആദ്യം കാണാൻ കുറേ പേടിക്കും, ഒക്കെ ഗുണ്ടകളാണെന്ന് വിചാരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് കയറി ചെല്ലുമ്പോൾ എന്നെ കാണാം. അപ്പം ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ബിനേഷ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ബിനേഷ് എന്ന് പറഞ്ഞപ്പോൾ അവരാരും അപ്പോയിൻമെൻ്റ് ഉണ്ടോ? അപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പഴയ ഗണേഷിൻ്റെ മകൻ ബിനേഷ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പം തന്നെ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പുള്ളീനെ കണ്ടു. പുള്ളീനെ കണ്ടപ്പോൾ പുള്ളിക്ക് ആ കൂടി അറിയുന്നത് തമിഴ്, കന്നഡ, ഹിന്ദി എന്ന് കുറച്ച് അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുക, കുറച്ച് തമിഴ്, എനിക്കറിയാവുന്ന കുറച്ച് കന്നഡ, പിന്നെ ഹിന്ദി. പക്ഷെ പുള്ളി കാര്യം മനസ്സിലാവും. അങ്ങനെ ഞാൻ പുള്ളീനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ പുള്ളിക്ക് അന്ന് ഈ സ്പിരിറ്റ് ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട്. മൈസൂർ റോഡിൽ ബന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് SPR ഡിസ്റ്റിലറീസ് അതുപോലെ സ്പിരിറ്റ് യൂണിറ്റ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഞാൻ അങ്കിളിനോട് ചോദിച്ചു, പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ സ്പിരിറ്റ് ചോദിച്ചു പോകുന്ന ഓരോ ഇതുണ്ടല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു ആയിക്കാൽ സ്പിരിറ്റ് തരാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ മാർക്കറ്റ് റേറ്റ് 38 ആണ്. അപ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങുന്നുണ്ട്. ഇത് സിനിമയിൽ കാണുമ്പോൾ കളർ സ്പിരിറ്റൊന്നുമല്ല. ഞാൻ പറഞ്ഞത് പെർമിറ്റ് സ്പിരിറ്റ്, ഗവൺമെൻറ് റെക്കഗ്നൈസ് പെർമിറ്റ് സ്പിരിറ്റാണ് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ബന്ധത്തിൻ്റെ പേരിൽ പുള്ളി പറഞ്ഞു ഞാനൊരു 1.5 രൂപ സ്പിരിറ്റ് റേറ്റ് കുറച്ച് തരാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓർഡർ എത്രയാണ്? 3 ലക്ഷത്തിൻ്റെയാണ് എൻ്റെ കയ്യിലുള്ള ഓർഡർ. അപ്പം ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു. 1.5 എന്ന് പറയുമ്പോൾ 4 ലക്ഷം. അന്ന് വളരെ വലിയൊരു എമൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ വിളിച്ചു. 1.5 കുറഞ്ഞല്ലോ. പ്ലസ് എനിക്കൊരു ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു 50 പൈസ അവർ കമ്പനിയും തരും. അപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഓർഡർ കൺഫേം. പക്ഷേ എനിക്കിത് ഇതിന് കുറേ പേപ്പർ വർക്കുകളുണ്ട്. മൈസൂർ പോയി നമ്മൾ പേപ്പർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് കുറച്ച് പൈസ അവിടെ കൊടുക്കണം. ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു ഞാൻ എൻ്റെ ഒരാളെ ഏൽപ്പിച്ച് തരാം, പുള്ളി പറയുന്ന പൈസ പുള്ളിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ENA3 വന്നതിന് ശേഷം നമുക്ക് ആർക്കും തുടക്കത്തിൽ തന്നെ പ്രോഫിറ്റാണല്ലോ. പ്രോഫിറ്റ് വാസ് അന്നത്തെ ഒരു 2013 പ്രോഫിറ്റ് വാസ് ഹ്യൂജ്. 4.5 lakhs ഒക്കെ ഒറ്റടി വരുമ്പോൾ നമ്മൾ വിചാരിക്കാത്തതാണല്ലോ. ഒരു ബാർ ബിസിനസ്സിൽ കിട്ടില്ല. 3 ലക്ഷം ലിറ്റർ വിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു പൈസ. അപ്പോൾ ഞാൻ ഇത് ഒരു എന്തിനാണ് നമ്മളൊരു റെസ്റ്റോ ബാർ തുടങ്ങാൻ പോകുന്നത്, ആൾക്കാരെ കൊണ്ടുവരണം. അപ്പം എൻ്റെ മൈൻഡ് മാറി. അങ്ങനെ മൈൻഡ് മാറി. പിന്നെ പുള്ളിയാണ് എൻ്റെ എല്ലാ കാര്യത്തിനും ഗൈഡൻസ്. പിന്നെ അവിടെ നിന്ന് പറയുകയാണെങ്കിൽ സൗത്തിലുള്ള മിക്ക ഡിസ്റ്റിലറിയിലേക്കും വിത്തിൻ 2 to 3 years ഞാൻ സപ്ലൈ തുടങ്ങി. കർണാടകയിൽ പുള്ളീൻ്റെ അവിടെ നിന്നാണ് ആദ്യം എടുത്തുകൊണ്ടിരുന്നത്. അവസാനം എനിക്ക് ആ സ്റ്റോക്ക് പറ്റാണ്ടായി. പിന്നെ കർണാടകയിൽ അറിയാത്ത ഷുഗർ ഫാക്ടറീസിലില്ല, എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷെ ഒരാൾ എന്നെ കണ്ടിട്ടില്ല. ഓവർ ദി ഫോൺ എനിക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണം, പിന്നെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. ആ ഫാക്ടറി ഞാനായിട്ട് ഓക്കെ എന്ന് തോന്നുമ്പോഴാണ് ഞാൻ ട്രാവൽ ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ ചെന്ന് ട്രാവൽ ചെയ്യുമ്പോൾ അവരൊക്കെ ഇത്രയും പേർക്ക് ക്വാണ്ടിറ്റി എടുക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവരൊക്കെ വിചാരിക്കും മൈറ്റ് ബി മോർ ദാൻ 50s 60s ആ ഒരു ഏജൊക്കെയാണല്ലോ ഇതാക്കുന്നത്. ഞാൻ ചെല്ലുന്നത് ഒരു 32 years ഓൾഡ്. ആ ഒരു വ്യത്യാസം ചെല്ലുമ്പോൾ അവർ സർപ്രൈസ്ഡാണ്.
അവരും കണ്ടിട്ടില്ലല്ലോ നമ്മൾ. ഇന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ സൗത്തിലും നോർത്തിലും, ഐ മീൻ മഹാരാഷ്ട്ര, UP, പിന്നെ എന്താ പറയുക ബീഹാർ, ഇവിടെ നിന്നൊക്കെ ഞാൻ സ്പിരിറ്റ് എടുത്തിട്ടുണ്ട്.